സങ്കീർത്തനം 30:5 കർത്താവിൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പ്രസാദം നമുക്ക് ലഭിക്കണമെങ്കിൽ കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ ചിന്തയിൽ ഉണ്ടാകേണ്ടതുണ്ട്. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അബ്രഹാമിൻ്റെ വിശ്വാസം ദൈവത്തിൻ്റെ പ്രസാദത്തെ കൊണ്ടുവന്നു. ഒരിക്കലൊരു ശതാധിപൻ കർത്താവിൻ്റെ അടുക്കൽ വളരെ താഴ്മയോടുകൂടെ വന്ന് ശതാധിപൻ കർത്താവിനോട് പറയുകയാണ്, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഉടനെ കർത്താവ് തിരിഞ്ഞ് വളരെ ആശ്ചര്യത്തോടുകൂടെ പറയുന്നു, ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ദൈവത്തിലുള്ള ആശ്രയം, ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തോട് കാണിക്കുന്ന ഭക്തി, ദൈവത്തോട് കാണിക്കുന്ന താഴ്മ, അനുസരണ, ഇതെല്ലാം ദൈവത്തിൻ്റെ പ്രസാദം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. അത് ക്ഷണനേരത്തേക്കുള്ളതല്ല, അത് വളരെയധികം ദീർഘകാലത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നതും നന്മകളെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതുമായി മാറും.